അവതാരത്തിന് അത്ര പഞ്ച് പോരാ. പതിവ് ഹാസ്യാവതാരങ്ങൾ വിട്ട ദിലീപിന്റെ ആക്ഷൻ അവതാരം ആവറേജിൽ ഒതുങ്ങി. കണ്ടുമടുത്ത സന്ദർഭങ്ങളും ക്ലീഷേ ഡയലോഗുകളും ആക്ഷനും വയലൻസും ഒക്കെ നിറഞ്ഞ ഈ ജോഷി ചിത്രത്തിൽ നിന്ന് പ്രേക്ഷകന് കൂടുതലൊന്നും ലഭിക്കുന്നില്ല. കടുത്ത ദിലീപ് ആരാധകരെ പോലും തെല്ലൊന്ന് ചൊടിപ്പിക്കുന്ന അവസ്ഥയാണ് അവതാരത്തിൻ്റെത്. പ്രത്യേകിച്ചൊരു അവകാശവാദം ഉന്നയിക്കാത്ത അവതരണ ശൈലി. പ്രതികാരത്തിന്റെ കഥയെന്ന് അവതാരത്തെ ചുരുക്കി വിളിക്കാം. പലയിടത്തും കണ്ടു പദം വന്ന കഥയും സന്ദർഭങ്ങളുമാണ് ചിത്രത്തിലേത്. പലയിടത്തും കണ്ടു പദം വന്ന കഥയും കഥാസന്ദർഭങ്ങളുമാണ് ചിത്രത്തിലേത്. എങ്കിലും വയലൻസിന് അമിത പ്രാധാന്യം കൊടുക്കാതെ സിനിമയിൽ ആക്ഷനും ത്രില്ലും നിറയ്ക്കാൻ ശ്രമിച്ചതിനാൽ സാധാരണ പ്രേക്ഷകന് കുറച്ചൊക്കെ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കാൻ സാധിക്കും. മാധവൻ മഹാദേവനായി ദിലീപും, മണിമേഖലയായി ലക്ഷ്മി മേനോനും, സർക്കിൾ ഇൻസ്പെക്ടർ ജീവനായി ഷമ്മി തിലകനും, മൂർത്തിയായി ബാബു നമ്പൂതിരിയും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴമ്പില്ലാത്ത കഥാസന്ദർഭങ്ങൾ മൂലം അവരുടെ പ്രകടനം ദുർബലമായിരിക്കും. ആകെ പുതുമ എന്ന് പറയാൻ സിനിമയിലുള്ളത് മുത്തശ്ശി മുതൽ ചെറുമകൻ വരെ ഉൾപ്പെടുന്ന ഒരു കൊട്ടേഷൻ ഫാമിലിയും പിന്നെ നായികയുടെ പേരുമാണ്. ചിത്രത്തിലെ പല നർമ്മ സന്ദർഭങ്ങളും അപക്വമാണ്. മുഴച്ചു നിൽക്കുന്ന പല ഡയലോഗുകളും പ്രതികരണങ്ങളും തമാശയ്ക്ക് വകയൊരുക്കുന്നുമുണ്ട്. ഛായാഗ്രഹണവും എഡിറ്റിംഗും പ്രത്യേകിച്ച് കലാസംവിധാനം എന്നിവ വളരെയധികം മികവ് പുലർത്തുന്നു. ദീപക് ദേവ് ഒരുക്കിയ മനോഹരമായ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഏറെ ആസ്വാദികരമാണ്. ആക്ഷൻ അവതാരം ദിലീപിന് ചേരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പഞ്ചില്ലാതെ ആക്ഷൻ എന്നല്ല എന്തവതരിപ്പിച്ചതും കാര്യമുണ്ടോ? കാത്തിരിക്കാം ജനപ്രിയ നായകന്റെ മറ്റൊരു അവതാര പിറവിക്കായി. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.